ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ ഗംഗപ്രസാദ് സ്റ്റെഫി പറയുന്നുണ്ട്, എടാ നമ്മളിപ്പോ കുറച്ച് അടങ്ങുന്നതാണ് നല്ലത്. കാരണം അവർ കാർത്തികയുടെ വിവാഹം എടുക്കുമ്പോഴേക്കും ജ്വല്ലറിയിലായിട്ടും അതുപോലെ തന്നെ തുണിക്കടയിലൊക്കെ ആയിട്ട് അവര് പോകുമല്ലോ. ആ സമയത്ത് നമുക്ക് അവര് നല്ല നല്ല അവസരങ്ങൾ കിട്ടും. അവർ ഏത് തുണിക്കടയിലേക്കും പോകുന്നുണ്ടാവാം, അടുത്തെവിടെയും തന്നെ ആയിക്കോട്ടെ. എന്തായാലും നമുക്ക് അതുപോലത്തെ അവസരങ്ങൾ പിന്നീട് ഒരുപാട് ഇനിയും കിട്ടാനുണ്ട്. അതുകൊണ്ട് എടുത്തു ചാടി ഇനി ഒന്നും ചെയ്യണ്ട എന്ന് പറയുമ്പോഴേക്കും ഗംഗപ്രസാദ് പറയണ്ട, എന്തായാലും അവരിൽ ആരെങ്കിലും ആളുടെ പുക കണ്ടിട്ട് ഈ നാട്ടിൽ നിന്ന് ഞാൻ പോകുള്ളൂ. അവര് പെട്ടെന്ന് തന്നെ കല്യാണം നടത്തുന്നത് വേറൊന്നിനു വേണ്ടിയിട്ടല്ല, എത്രയും പെട്ടെന്ന് കാർത്തികയുടെ ജീവിതം സേഫ് ആക്കാനാണ്. പക്ഷേ അവളെ ഞാൻ അങ്ങോട്ട് പരലോകത്തേക്ക് പറഞ്ഞയക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗപ്രസാദ് ഇങ്ങനെ പറയാട്ടോ. പിന്നീട് കാണിക്കുന്ന സരിയുനെയാണ്. സരിയു അങ്ങനെ ഹരിയേട്ടൻ താൻ ചെയ്ത വർക്കൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഹരിയേട്ടൻ പറയണ, ആഹാ സരിയു എത്ര പെട്ടെന്ന് എല്ലാം പഠിച്ചല്ലോ. അതെ, മുമ്പ് ഇത് എന്റെ കമ്പനിയാണെന്ന് ഞാൻ വിചാരിക്കത്തേ ഇല്ലായിരുന്നല്ലോ. എന്തെങ്കിലും ഇവിടെ നിന്നും കൂടി കിട്ടുന്ന ലാഭം കൂടി വാരി എടുക്കാനല്ലേ ഞാനും അച്ഛനൊക്കെ നോക്കിയത്. അതുകൊണ്ട് നന്നായിട്ടൊന്നും വർക്ക് ചെയ്യില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ കമ്പനി വർക്ക് ചെയ്യാണ്. ഞാൻ ഈ കമ്പനി എങ്ങനെ മുകളിലോട്ട് കൊണ്ടുപോകാൻ ആലോചിക്കുകയാണ്. അതുകൊണ്ട് വർക്ക് ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്, പിന്നെ ഓരോരോ കാര്യങ്ങൾ പഠിക്കാൻ പ്രത്യേക ഇൻട്രസ്റ്റും ഉണ്ട് എന്ന് പറയാണ്. അത് ചെയ്താൽ നന്നായി സരിയു എന്ന് ഹരിയേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ അവിടേക്ക് കിരൺ വരാണ്. അപ്പൊ ഹരിയേട്ടൻ ചോദിക്കണ്ടേ, എന്തായി കിരൺ സാറേ? ഒരുത്തനുണ്ടല്ലോ ആരുടെ ജീവനായി എടുക്കണമെന്ന് നടക്കുന്നവൻ, അവനെ കുറിച്ചുള്ള ആലോചിക്കുകയായിരുന്നു. വീട്ടിലെല്ലാവരുടെ മനസ്സിന്റെ താളം തെറ്റി കിടക്കുവാണ് എന്ന് പറയുമ്പോഴേക്കും കിരൺ പറയണ്ട, എന്തായാലും ഞാൻ കുറച്ചു ദിവസത്തേക്ക് ലീവ് എടുക്കാൻ പോവാണ്, കാർത്തികയുടെ വിവാഹം വരാൻ. വീട്ടിലങ്ങനെ ഒറ്റക്ക് അവരെല്ലാരും നിർത്തിയിട്ട് പോവാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോ സരിയു പറയണ്ട, കിരൺ നീ ഇവിടുത്തെ കാര്യത്തോട് ഒന്നും കൂടി ടെൻഷൻ അടിക്കണ്ട, ഞങ്ങളെല്ലാം നോക്കിക്കോളാം എന്ന് പറയുമ്പോ കിരൺ പറയണ്ട, അതേ സരിയു നീ ഇനി ലീവ് ഒന്നും എടുക്കരുത്, നീ ഹരിയേട്ടന്റെ കൂടെ തന്നെ ഉണ്ടാവണം, കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യണം, എല്ലാം ഞാൻ ചെയ്തോളാം കിരണേ. പക്ഷെ എനിക്ക് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിലൊക്കെ വളരെ ഇൻട്രസ്റ്റ് ആണ്, നിങ്ങൾ ചെയ്യുന്നതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഒരു കാര്യം ഒഴിച്ച് എനിക്ക് അതിൽ മാത്രമേ അഭിപ്രായ വ്യത്യാസമുള്ളൂ, മനോഹറിനെ എന്റെ മോളെ കൊണ്ടേ കാണിച്ചത്. അപ്പോ ഹരിയേട്ടൻ പറയണ്ട്, അത് മോശമായി പോയിട്ട് കിരൺ സാറേ, അതെനിക്കും തോന്നിയായിരുന്നു സരിയു പറഞ്ഞപ്പോ. ഒരിക്കലും അവനെ പോലത്തെ ഒരു തന്നെ അടുത്ത് മോളെ കൊണ്ടേ കാണിക്കരുതായിരുന്നു. കിരൺ പറയണ്ട്, എന്ത് പറയാനാ, അങ്ങനത്തെ ഒരു തെറ്റ് സംഭവിച്ചു, പക്ഷെ സരിയു ഇനി ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പോഴേക്കും സരിയു പറയണ്ട്, അത് മാത്രല്ല നീയും കല്യാണിക്കുള്ളത് കൊണ്ട് എന്റെ ജീവിതം ഇപ്പൊ ഇങ്ങനെ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് നിങ്ങളിപ്പോ അവനെ കുറിച്ച് നല്ലതൊന്നും പറയണത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോ കിരൺ പറയണ്ട്, സരിയു ഇപ്പൊ ചീത്തവരൊക്കെ നന്നാവുന്ന സമയമാണ്, ചിലപ്പോ അവൻ നന്നായാലോ അവൻ നന്നാവാനോ ഒരിക്കലും ഇല്ല. അവൻ ഒരിക്കലും നന്നാവില്ല കിരൺ, നിനക്ക് അവനെ മനസ്സിലായില്ലേ? അവൻ പുതിയ അടവെടുക്ക, പുറത്തു വന്നു കഴിഞ്ഞാൽ അവനെ ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ അടവ് നടത്തണോന്നല്ലോ ഇപ്പൊ തന്നെ, അതിനു വേണ്ടി അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും അവന്റെ കാര്യങ്ങൾ നിങ്ങൾ ഇനി പറയണ്ട. ശരി സരിയു, ഞങ്ങൾ ഇനി അതിനെ കുറിച്ച് നോക്കിക്കോളാം എന്ന് പറയാണ്. ശരി, അപ്പൊ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താ ചെയ്തോളണം എന്ന് പറയുമ്പോ സരിയു പറയണ്ട, കിരണേ നീ സൂക്ഷിക്കണം കേട്ടോ, അവന്റെ കയ്യിൽ ആയുധങ്ങളൊക്കെ ഉണ്ട്. നീ ആയുധം പിടിക്കുമ്പോ രണ്ടു വട്ടം ആലോചിക്കും ഒരാളെ കൊല്ലണോ വേണ്ടോ എന്ന്. പക്ഷെ അവൻ അങ്ങനെയല്ല, അവൻ ആയുധം എടുത്തതിന് ആദ്യം മുമ്പിലുള്ള ആളെ കൊല്ലാനേ നോക്കുള്ളൂ, അത് ആരാണെങ്കിലും. അതുകൊണ്ട് അവനെ സൂക്ഷിക്കണം. ശരി സരിയു, പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങനെ അവൻ ആരുടെയും മുമ്പിൽ ആയുധം എടുക്കുകയാണെങ്കിൽ എന്നെ കൊന്നിട്ട് അവനെ ആയുധം എടുക്കുള്ളൂ, അല്ലെങ്കിൽ അവനെ കൊന്നിട്ട് ഞാൻ മറ്റുള്ളവരെ സേഫ് ആക്കുള്ളൂ. എന്തായാലും ഞാനല്ലെങ്കിൽ അവൻ രണ്ടിലൊന്നേ നടക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കിരൺ അവിടുന്ന് പോവാണ്. സരിയു ആകെ ഒരു ടെൻഷൻ പോലെ ആവുന്നു കേട്ടോ കിരണിന്റെ ഈ പറച്ചിലൊക്കെ കേൾക്കുമ്പോഴേക്കും. അതിനുശേഷം കാണിക്കണത് നമ്മുടെ കിരണും അതുപോലെ തന്നെ നമ്മുടെ രതീഷും ബൈജും കൂടി ആ ഓഡിറ്റോറിയത്തിലേക്ക് വന്നിരിക്കുകയാണ്. കിരൺ പറയണ്ട്, ഇവിടെ ഓഡിറ്റോറിയത്തിൽ കല്യാണി നയനയും കാദംബരി ചേച്ചിയും വന്നതുകൊണ്ട് മിക്കവാറും കാർത്തികയും ഇവരുടെ കൂടെ ഉണ്ടാകും വെച്ചിട്ട് ഗംഗപ്രസാദ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കത്തന്നെ ഒരാള് ബൈക്കിൽ അങ്ങോട്ട് വരുവാട്ടോ. ഗംഗപ്രസാദിന്റെ ഏകദേശം ഷേപ്പ് ഒക്കെ ഉണ്ട്, അപ്പൊ മുഖത്ത് മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് വരുന്നത്. അപ്പൊ അയാളെ കാണുമ്പോ തന്നെ കിരൺ ഇങ്ങനെ ബൈജുവിനെ നോക്കിട്ട് കാണിക്കണ്ടത് കണ്ടു ഒരാൾ വരുന്നുണ്ടെന്ന് പറയാണ്. അങ്ങനെ അയാൾ ഇങ്ങനെ ബൈക്കിൽ ഇറങ്ങുമ്പോൾ തന്നെ കിരൺ വേഗം പോയിട്ട് ചാടി പിടിക്കാട്ടോ. മാസ്ക് മാറ്റുന്നുണ്ട്, മാസ്ക് ഒക്കെ പിടിച്ച് മാറ്റിട്ട് അയാൾ ഒരു തള്ളു വെച്ച് കൊടുക്കുകയാണ്. അപ്പൊ അത് വേറൊരാളാണ് കേട്ടോ. എന്താ സാറേ ഇത് എന്ന് അയാളെ ചോദിക്കുകയാണ്. സോറി, ആള് മാറിപ്പോയി എന്ന് പറയാണ്. നിങ്ങൾ ഇവിടെ എന്താന്ന് ചോദിക്കുമ്പോഴേക്കും ഞാനിവിടെ പന്തൽ പണിക്ക് വന്ന ആളാണ് സാറേ. അയ്യോ സോറി കേട്ടോ, ഞാൻ വേറൊരാളാന്ന് വിചാരിച്ചിട്ടാ, സോറി സോറി എന്ന് പറഞ്ഞിട്ട് കിരൺ കുറച്ച് പൈസ എടുത്ത് അയാളെ കയ്യിലേക്ക് കൊടുക്കാട്ടോ. അത് കണ്ടുകൊണ്ട് കല്യാണിയും അതുപോലെ തന്നെ നയനയും കാദംബരിയും വരുന്നുണ്ട്. നയനെ പറഞ്ഞ, ആഹാ അതെ കിരൺ വന്നല്ലോ എന്ന് പറയുമ്പോഴേക്കും കിരണേട്ടൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു നയനെ, നമ്മളിവിടെ വന്നപ്പോ തൊട്ട് നമ്മുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു കിരണേട്ടനും എന്ന് പറയാണ്. അങ്ങനെ കല്യാണി വന്ന് ചോദിക്കുന്നുണ്ട് കിരണോട്, എന്താ അയാൾക്ക് പൈസ കൊടുത്തത്? അതോ കണ്ടപ്പോ ഗംഗപ്രസാദിനെ പോലെ തോന്നി, അയാളുടെ മേത്ത് ഞാൻ കൈ വെച്ചു അതുകൊണ്ടിട്ടാ എന്ന് പറയാണ്. അല്ല നിങ്ങൾ ഓഡിറ്റോറിയം ഒക്കെ കണ്ടോ? കണ്ടു. എങ്ങനെയുണ്ട്, കൊള്ളാവോ? കൊള്ളാം, നന്നായിട്ടുണ്ട്. പിന്നെ മേക്കപ്പ് ഒക്കെ ഞാൻ ചെയ്തു കൊടുത്താലോട്ടെ എന്ന് നയനെ പറയാണ്. അത് കാർത്തിക ചേച്ചിക്കും അത് തന്നെയാ ഇഷ്ടം, നമ്മൾ തന്നെ എല്ലാം ചെയ്യണത് തന്നെയാ കാർത്തിക ചേച്ചിക്കും ഇഷ്ടം എന്ന് കല്യാണി ഇങ്ങനെ പറയാട്ടോ. അപ്പൊ കല്യാണി പറയുന്നുണ്ട്, കിരണേട്ടാ ഞങ്ങളൊന്ന് പുറകെ കൂടി പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവര്
അവരങ്ങനെ പിന്നാമ്പുറത്തേക്ക് ഇങ്ങനെ അവിടെയൊക്കെ നോക്കാൻ വേണ്ടി പോകുവാണ്. അപ്പൊ കിരൺ പറയുന്നുണ്ട്, നോക്കൊക്കെ കല്യാണം കഴിയുന്ന വരെ ഈ ഓഡിറ്റോറിയത്തിൽ നിങ്ങൾ ഇടക്ക് വന്ന് നോക്കണം കേട്ടോ എന്ന് രതീഷിനോടും ബൈജുനോടും കിരൺ പറയണം. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട് രതീഷും ബൈജും കൂട്ടി. അതിനുശേഷം കാണിക്കണത് നമ്മുടെ ലക്ഷ്മി അമ്മേനെയും കാർത്തികയാണ് രണ്ടുപേരും കൂടി ബാഗൊക്കെ തൂക്കിയിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. പ്രകാശം ചോദിക്കണ്ടല്ല, നിങ്ങൾ എവിടെയാ ബാഗൊക്കെ തൂക്കിയിട്ടും ചോദിക്കുമ്പോ, അച്ഛാ ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങള് പോകുക വീട്ടിലേക്ക്. ആഹാ, നിങ്ങളത് ഇന്നലെ പറഞ്ഞ തമാശക്കാണെന്നാ വിചാരിച്ചതേ, നിങ്ങൾ പോകുന്നു വേണ്ട, അത് ഈ സമയത്ത് അത് റിസ്കാ മോളെ എന്ന് പറയുമ്പോ ലക്ഷ്മി പറയണ്ട, അതിനേക്കാളും റിസ്ക്കാ ഞങ്ങൾ ഇവിടെ നിൽക്കണ പ്രകാശേട്ടാ, മറ്റുള്ളവരുടെ ജീവന വല്ലാത്ത ആപത്താ എന്ന് പറയുമ്പോ കാർത്തിക പറയണ്ട, അതെ അച്ഛാ, കല്യാണി പുറമെ ഞങ്ങളുടെ മുമ്പിൽ കരയാതെ നിൽക്കും, അവൾ മനസ്സിൽ കരഞ്ഞോണ്ടിരിക്കുക ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇനി ആരുടെയും ജീവിതം ആരുടെയും ജീവനും നമ്മൾ കാരണം പോകണത് നമുക്ക് സഹിക്കാൻ സാധിക്കില്ല. ഞാനും അമ്മയോ ആരും മരിച്ചാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല, പക്ഷെ വേറെ ആരും ഞങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടരുത് അച്ഛാ, അത്രയേ ഉള്ളൂ എനിക്ക്, എന്നാൽ ഞാനും വരാം എന്ന് പ്രകാശം പറയുമ്പോൾ ലക്ഷ്മി പറയണ്ട, അത് വേണ്ട പ്രകാശേട്ടാ, പ്രകാശനം വന്നാൽ പ്രകാശത്തിന്റെ ജീവനും ആപത്താവും, കല്യാണത്തിന് തലേന്ന് എല്ലാവരും വന്നാൽ മതി. ഇനിയിപ്പോ ഇതിൽ വേറൊരു ചോദ്യവും ഇല്ല പ്രകാശേട്ടാ, നമ്മൾ പോകുക എന്ന് പറയുമ്പോഴേക്കും പ്രകാശം പറയണെങ്കിലേ കല്യാണി മോള് വന്നിട്ട് പോയാൽ മതി, കല്യാണി വന്നാൽ സമ്മതിക്കില്ല അച്ഛാ, ഞങ്ങൾ പോവട്ടെ, എന്തായാലും വേറെ കുഴപ്പമൊന്നുമില്ല, അവനെ എന്നെ അമ്മേനെയല്ലേ കൊല്ലാൻ നോക്കണത്, ഞങ്ങളെ കൊല്ലണമെങ്കിൽ കൊന്നോട്ടെ, ഞങ്ങളെ സ്നേഹിക്കുന്നവരുടെ ജീവൻ ഇനി ആപത്ത് വരരുത്, അച്ഛൻ ഇതിന് എതിരൊന്നും പറയരുത് എന്ന് പറയാണ്. അത് കേൾക്കുന്ന പ്രകാശൻ കാർത്തികൻ നിങ്ങൾ മോളിങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞു വിളിക്കുകയാണ്. ശേഷം കാർത്തികനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഞങ്ങൾ പോയിട്ട് വരാച്ച, അച്ഛൻ കല്യാണത്തിന് തലേന്ന് വരണം കേട്ടോ, ജീവനോടെ ഉണ്ടെങ്കിൽ കല്യാണമൊക്കെ കൂടിയിട്ട് പോവാച്ച എന്നൊക്കെ പറയാണ് കാർത്തിക. മോളെ നീ ഇങ്ങനെ പറയല്ലേ, അല്ലാച്ച ഗംഗപ്രസാദ് ഞങ്ങളെ കൊല്ലാൻ നടക്കുമല്ലേ, അപ്പൊ ഞാൻ ജീവനോട് ഉണ്ടെങ്കിലല്ലേ കല്യാണം നടക്കുള്ളൂ, ഞാൻ ദിലീപേട്ടനോടും പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തിക അവിടെ നിന്ന് ഇറങ്ങാട്ടെ. പ്രകാശിന് ആകെ വിഷമാവുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ കിരണും രതീഷും ബൈജു അവിടെ നിൽക്കുന്ന സമയത്ത് കല്യാണി ഓടി വരുന്നുണ്ട്. കിരണേട്ടാ, എന്നിപ്പോ അച്ഛൻ വിളിച്ചിരുന്നു, എന്താ കാര്യം? അതെ, കാർത്തികേച്ചി ലക്ഷ്മിയമ്മ പോയെന്നാ പറഞ്ഞത്, വീട്ടിലേക്ക് പോയെന്നോ? ഇവരെന്ത് ഭാവിച്ചിട്ടാ കല്യാണി? അതെ, അതന്നെ ഞാനും ആലോചിക്കണേ, ഇത്രയും ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് അവരിങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവും കിരണേട്ടാ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ആരുടെങ്കിലും ജീവന ആപത്ത് സംഭവിക്കുകയും പോയതാ, എന്നാലും നമ്മൾ അവർക്ക് വേണ്ടിയിട്ടല്ലേ കല്യാണി ഇത്രയും കഷ്ടപ്പെടുന്നത്, എന്നിട്ട് അവരിങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താ ഇപ്പൊ ചെയ്യാ എന്ന് പറയാണ്. എന്തായാലും ഞാനൊന്ന് പോയിട്ടൊന്ന് അച്ഛനൊന്ന് വിളിക്കട്ടെ കിരണേട്ടാ എന്ന് പറഞ്ഞിട്ട് കല്യാണി അപ്പുറത്ത് മാറി നിൽക്കുമ്പോ നയനെ പറയണ്ട്, അവരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കിരണേ, കാരണം അവർക്കൊരു വിഷമം ഉണ്ടാവും, അവര് കാണുമല്ലേ കല്യാണിന്റെ അമ്മ മരിച്ചത്, ആ ഒരു കുറ്റബോധം അവരുടെ ഉള്ളിലുണ്ട്. അന്ന് ഞാനും അതുപോലെ തന്നെ ആദർശേട്ടനും ദീപാന്റിയുടെ മരണം കേട്ട് അടുത്ത ദിവസം വന്നിരുന്നല്ലോ, അപ്പൊ കാർത്തികേച്ചി അതന്നെ പറഞ്ഞിട്ടാ വിഷമിക്കുന്നുണ്ടായിരുന്നത്. കാർത്തികേച്ചിയും ലക്ഷ്മിയമ്മയും കാരണമാണല്ലോ ദീപാമ്മ മരിച്ചെന്ന് പറഞ്ഞിട്ട് ആകെ വിഷമമായിരുന്നു. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, അവര് കാരണം ഇനി ആരും അവർക്ക് ആപത്ത് വരാതിരിക്കാനായിട്ടായിരിക്കും അവര് പോയത് എന്നൊക്കെ പറയുമ്പോഴേക്കും കിരൺ പറയണ്ട്, അങ്ങനെ മാറി നിന്നത് കൊണ്ട് ആപത്ത് വരാതിരിക്കും നയനെ എന്നൊക്കെ എന്നെ ചോദിക്കുന്ന ഭാഗത്തോടെയായിട്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.